അത് മാവ് എന്ന് കാണിച്ചു കൊടുക്കുക. മാങ്ങ എന്ന് പറഞ്ഞാൽ, മാങ്ങ എന്ന് പറയുമ്പോൾ അച്ഛന്റെ നാവിലുണ്ടായ പുളി മകനുണ്ടാവുകയും ഉമിനീർ വരികയും ചെയ്യും. ഒരു സായിപ്പിന്റെ മകനോട് മാംഗോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരും. മലയാളിയുടെ പുത്രനോട് മാംഗോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരില്ല, ഇതിന്റെ അനുഭവം ഉണ്ടാവില്ല. ഒരു സാധനമാണെന്നുള്ള അറിവുണ്ട്. മറിച്ച് മാങ്ങ എന്നവൻ പഠിച്ചാൽ അവൻ എപ്പോൾ വേണമെങ്കിലും ലോകത്തിലെ ഏത് ഭാഷയിലേക്കും ഒരു അവശ്യ ഘട്ടത്തിൽ എളുപ്പത്തിൽ മൊഴിമാറ്റം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ലിംഗം എന്ന സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. കാരണം ലിംഗ്വിസ്റ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ, വികസിത രാജ്യങ്ങളിലൊക്കെ മലയാളികൾ പോയി താമസിക്കുമ്പോൾ അവരുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഭാഷാ അധ്യാപകൻ അനിവാര്യമാണ്. ഇന്ത്യയിൽ മാത്രമാണ് വിദേശ ഭാഷകൾക്ക് അമിത പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് ലോകത്തെവിടെയും അന്വേഷിക്കാം. സിംഗപ്പൂര്, ഇംഗ്ലണ്ട്, അമേരിക്ക, സ്വിറ്റ്സർലൻഡ് ഒക്കെ അന്വേഷിക്കാം. ഞാൻ പറഞ്ഞത് നുണയാണോ? അവിടുത്തെ ഗവൺമെന്റുകൾ പോലും സമ്മതിക്കില്ല. ഒരു തമിഴിന്റെ കുട്ടി അവിടെ പഠിക്കാൻ ചേർന്നാൽ തമിഴ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ സ്കൂളിൽ അനിവാര്യമാണ്. അതിന് കാരണം നമ്മളുടെ തലച്ചോറിന് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സ് എന്നത് പൂർവജന്മജന്മാന്തരങ്ങളിൽ നിന്ന് കൈമാറി വന്നതാണ്. ബഹുസൂതനാണ്. മനസ്സ് ബന്ധത്തിനും പര്യാപ്തമാണ്, മോചനത്തിനും പര്യാപ്തമാണ്. ആ മനസ്സിനെ സംയമിപ്പിക്കണം. അതിന് ധാരണ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇന്നില്ലാത്തത് അതാണ്, ധാരകത്വം. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ അല്ല. ധാരകത്വം വേണ്ടത്രയില്ല. കാരണം മനസ്സിന്റെ തലങ്ങളിൽ അത് വിജയകരമല്ല. ധൃതി ധാരണയോഹോ, ധരിക്കുന്നതുകൊണ്ട് ധാരണ എന്ന് പറയുന്നു. ആ പ്രക്രിയ കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാലാണ് ബുദ്ധി. ഇവിടം വരെ യഥാർത്ഥത്തിൽ ധ്യാനിക്കരുത്. ഇന്നെല്ലാ ആചാര്യന്മാരും ധ്യാനയോഗവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ധ്യാനിച്ചാൽ നിങ്ങളുടെ ഓജസ് ക്ഷയിക്കും. ഓജസ് ക്ഷയിക്കുകയല്ലാതെ ഒരു നേട്ടവും കിട്ടില്ല. ഓജ ക്ഷീയേത ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭിഹി വാഗ്പടൻ. ധ്യാനം, ശോകം, ശ്രമം ഇവയെല്ലാം ഓജസ്സിനെ ക്ഷയിപ്പിക്കും. ഓജ ക്ഷീയേത ശോക ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭിഹി. ക്രോധം, വിശപ്പ്, ഉപവാസരുത്. നല്ല പരിശീലനം കഴിഞ്ഞ് ദഹനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മാത്രമേ ഉപവസിക്കാവൂ.
അല്ലാതെ ഉപവസിച്ചാൽ കുടലിന്റെ ഭിത്തികളെ ഇത് തിന്നാൻ തുടങ്ങും. അതുകൊണ്ടാണ് 90% ആധ്യാത്മിക സാധനകൾ ചെയ്യുന്ന ആധുനികരും കുടല് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയവരാണ്. അതുകൊണ്ട് അതിനിടയാകരുത്. ക്രോധം, ക്ഷുത്ത്, ധ്യാനം, ശോകം, ശ്രമം, കണ്ടവനം പണിയെടുക്കൽ, അങ്ങനെയൊക്കെ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ക്രമമായിരിക്കണം. അങ്ങനെ വന്നിട്ട് ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനാണ് ധ്യാനിക്കുന്നത്, മനസ്സിനെ നിർവിഷയമാക്കുന്നത്. ഇതും കഴിഞ്ഞാലാണ് സൂക്ഷ്മമായ ചിന്തനകർത്തൃവായ ചിത്തം. അതിനുള്ളതാണ് സമാധി യോഗം. ഇവിടെ എത്തുമ്പോൾ ആത്മസംയമ യോഗത്തിന്റെ പടവുകളായി ആത്മസംയമനമായി, ആത്മസംയമനം ലഭിച്ചാൽ അവൻ പൂർണ്ണ മനുഷ്യനായി. ഇങ്ങനെ മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ് സനാതനധർമ്മം. അത് ആര് പരിശീലിച്ചാലും അത് സനാതനധർമ്മമാണ്. അതിന് നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതോ ഇതൊന്നും പ്രത്യേകതയല്ല. ഇതിനോട് അദമ്യമായ ബഹുമാനമുണ്ടാവണം. പഠിക്കുമ്പോൾ ബഹുമാനമില്ലാത്തൊന്നും പഠിക്കാനാവില്ല. ചില ആളുകൾക്ക് ജന്മന ആദരവുണ്ടാവും. വിദ്യയോട് ആദരവുണ്ടാവുക. ശ്രുതി അനുസരിച്ച്, വേദമനുസരിച്ച് വിദ്യാ ബ്രാഹ്മണമാജഗാമ ശേവുധിഷ്ഠേസ്മി രക്ഷമാം അസൂയകായമാ തഥാ വീര്യവർത്തമാ. വിദ്യ തന്നെ ദേവതയുടെ രൂപം കൈക്കൊണ്ട് ബ്രാഹ്മണന്റെ സവിധത്തിലെത്തി ആചാര്യനായ അവനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ നിധിയാണ്, എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ കൊടുക്കാവൂ, അസൂയയുള്ളവന് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് സ്മൃതിയിലും കാണാം. വിദ്യാ ബ്രാഹ്മണം ഏത്യാഹ, ഒരല്പം ഭേദമേ ഉള്ളൂ. അതുകൊണ്ട് വിദ്യ നന്നായി വിളങ്ങുന്നത് വിദ്യയെ ബഹുമാനിക്കുന്നവർക്കാണ്. ബഹുമാന പുരസരം മാത്രമേ വിദ്യയെ കൈകാര്യം ചെയ്യാവൂ. അങ്ങനെ പഠിക്കുന്ന ആർക്കും സനാതനധർമ്മം പഠിക്കാം. പക്ഷെ കർമ്മങ്ങൾ വാസനയ്ക്കനുഗുണമായി തന്നെയായിരിക്കണം ചെയ്യുന്നത്. സ്വവാസന, അതിന് സ്വധർമ്മം എന്ന് പറയും. അത് ബീജത്തിൽ കിടക്കുന്നതാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധ കാരണ ശരീരം. അതാണ് കർമ്മമായി പ്രകടമാകുന്നത്. എല്ലാ കർമ്മവും അവിചാരിതവും യാദൃച്ഛികവുമാണ്. യാദൃച്ഛികം എന്ന പദത്തിന് സ്വച്ഛന്തം എന്നതിനോടാണ് അടുപ്പം കൂടുതൽ. ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് എന്ന് പറയാമെന്ന് തോന്നുന്നു. ആധുനിക മനുഷ്യൻ വളരെ ആലോചിച്ച് ബുദ്ധിയിലാണ് കർമ്മത്തെ ചെയ്യാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കൂടുന്നത്. അവൻ ചെയ്ത, ബുദ്ധി കൊണ്ട് ചെയ്ത കർമ്മങ്ങളെയാണ് നിങ്ങൾ കോടതിയിൽ അഴിക്കാൻ ശ്രമിക്കുന്നത്. സ്വച്ഛന്തമായ ഒരു കർമ്മത്തിൽ നിന്നും പാപമുണ്ടാവില്ല. സ്വച്ഛന്തമായ കർമ്മങ്ങൾക്ക് തെറ്റുവരില്ല.
അത് പ്രകൃതിക്ക് അനുഗുണമാണ്. ഒരു മനുഷ്യൻ സ്വച്ഛന്തമായി കർമ്മം സ്വഭാവേന ചെയ്യാൻ കഴിവുള്ളവനായി തീരുക എന്നുള്ളതാണ് ശാസ്ത്ര പഠനം കൊണ്ടുണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ശാസ്ത്ര പഠനം ബുദ്ധിയെ പ്രചോദിപ്പിച്ച് യുക്തിപൂർവം ബുദ്ധിപൂർവം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കുടുംബങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ സംഭാഷണം വരെ യുക്തിപൂർവമാണ്. ഒരു നിലാവ് ആസ്വദിക്കാൻ പറ്റില്ല, ഒരു കവിത വരില്ല, ജീവിതത്തിൽ ഒരു തമാശയില്ല. സ്വച്ഛന്തത വരുമ്പോൾ ഹ്യൂമറസ് ആയിത്തീരും. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രംഗങ്ങളിലെ കലാകാരന്മാരുടെ ഹ്യൂമറുകൾ വരെ വളരെ പരിശീലനത്തിന് ശേഷം റിഹേഴ്സൽ കഴിഞ്ഞു വരുന്നതാണ്. അത് അവർക്ക് ആസ്വദിക്കാനാവില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ചിലർക്കാകട്ടെ സ്വച്ഛന്തമായി വരും. LNTയുടെ ചാർജിലിരുന്ന ഫീൽഡ് മാർഷൽ, പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മനക്ഷ, ചാർജ് വിടാൻ പോവാണ്. അദ്ദേഹത്തിന് ശേഷം വരുന്നത് സം നായിക്. തന്റെ ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എ ഫീൽഡ് മാർഷൽ ഈസ് റീപ്ലേസ്ഡ് ബൈ എ മിയർ നായക്. അത് സ്വച്ഛന്തമായി വരുന്ന, അതുകൊണ്ടായിരുന്നവർക്കെല്ലാം ആസ്വദിക്കാനാവും. അദ്ദേഹത്തിനും ആസ്വദിക്കാനാവും, കേൾക്കുന്നയാളിനും ആസ്വദിക്കാനാവും. തന്നെ കളിയാക്കിയതാണെന്ന് തോന്നൽ വരില്ല. മനസ്സിലായോന്നറിയില്ല. അവിടെ ഈഗോ വരില്ല. യുക്തിപൂർവമല്ല പറഞ്ഞത്, അത് സ്വച്ഛന്തമാ വരുന്നത്. ഒരു സ്റ്റേജ് മഹാനായ ജ്ഞാനിയായ തത്വചിന്തകനായ ഭാരതീയവും പാശ്ചാത്യവുമായ ഭാഷകളിലും തത്വചിന്തകളിലും പരിനിഷ്ണാതനായ യൂറോപ്പിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായ നിത്യചൈതന്യതി. അതേ വേദിയിൽ വി കെൻ എഴുന്നേറ്റ് പ്രസംഗിച്ചൊരു പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ പറഞ്ഞു, അതാണ് ചതി, നിത്യ ചൈതന്യ ചതി. ആദ്യം ചിരിച്ചത് യതിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. അത്ര ലാളിത്യം, ശിശുസഹജമായ ലാളിത്യത്തിലേക്ക് മനുഷ്യൻ വരികയും ശൈശവ സഹജമായി കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയും സ്വച്ഛന്തമാവുകയും ചെയ്യുക. നിങ്ങളുടെ തൊഴിലിന് ഏറ്റവും അനിവാര്യമായൊരു സാധനമാണ് ആ അവസ്ഥ. ഹ്യൂമർ അതിന്റെ പരിപൂർണതയിൽ അറിയുമെങ്കിൽ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ കക്ഷിക്ക് വലിയ വേദനയുണ്ടാവില്ല. കാരണം മുടക്കിയ കാശിനുള്ളത് ചിരിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടെയെങ്കിലും അംഗീകരിക്കും. കാരണം ജീവിതത്തിൽ അത്യപൂർവമായി കിട്ടുന്നതാണ് ഉള്ളിന് സന്തോഷിക്കാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് മാനവനെ എത്തിക്കുന്നതിനുള്ള അന്തരംഗ സാധനയോടു കൂടിയതാണ് ഭാരതീയ വിദ്യകൾ. എങ്ങനെ പഠിക്കും? ആഗ്രഹിച്ചാൽ പഠിക്കാൻ പറ്റുമെന്നാണ് അതിന് ഉത്തരം. ഇതിന് ജിജ്ഞാസ മാത്രമാണ് വഴി. ജിജ്ഞാസ ഇല്ലാതെ ഇത് പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ ഒന്ന്, പഠിക്കാൻ പറ്റില്ല, രണ്ട്, അറിയാവുന്നവരുടെ അടുക്കൽ ചെന്ന് പറ്റുകയില്ല. പിന്നെ കുറ്റം പറഞ്ഞ് നടക്കേണ്ടി വരും. അറിയാവുന്നവർ ഒട്ടേറെയുണ്ട്, പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നവരായിരിക്കില്ല. അറിയപ്പെടുന്നവരുടെ അടുക്കൽ ചെന്ന് പെട്ടാൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ കിട്ടുള്ളൂ.
സെക്സും സ്റ്റണ്ടും ബഹളവും ഒക്കെ തന്നെയാണ് അവിടെ കിട്ടുക. അതൊന്നും മാറ്റം വരില്ല. കുറെ കഴിയുമ്പോൾ നിങ്ങളും അതിൽ പെട്ടതായതുകൊണ്ട് അതിൻ്റെ കൂടെ ഓടുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. അതതിൻ്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റല്ല, ജിജ്ഞാസയുടെ കുറവാണ്. അതിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ അതായിത്തീരും. സ്വീകരിച്ചാൽ നിങ്ങൾ ഇപ്പോഴേ അതാണ്. അതുകൊണ്ട് ഇത് രണ്ടും അതിന് പര്യാപ്തമല്ല. സ്വച്ഛന്തതയെ ആഗ്രഹിക്കുക, ജിജ്ഞാസ ഉണ്ടാവുക, എളുപ്പത്തിൽ പഠിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയാണ് എനിക്ക് കോറായി പറയാനുള്ളത്. 1 മണിക്കൂറായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. Am I right? 1 മണിക്കൂറായിട്ടുണ്ടാവുമെന്നാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ ആസ്പദമാക്കി ചോദിക്കാനുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾ അങ്ങനെയാണോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചു, സ്വാമിജി ഇതേപ്പറ്റി പറയണമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് സമ്മതിച്ചു. സ്വാഗത പ്രസംഗത്തിലോ അല്ലെ മറ്റു സമയത്തോ ഇതിന്റെ ചിട്ടയെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടുമില്ല. സ്വാമിജി നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. സനാതനധർമ്മം അതിന്റെ കോറിലാണ്. ഇത് ലക്ഷോപലക്ഷം പുസ്തകങ്ങളിലാണ് കിടക്കുന്നത്. വേദങ്ങൾ 4, പ്രാതിശാഖ്യങ്ങള്, സൗദസൂത്രങ്ങള്, സ്മൃതികള്, സ്മാർത്ഥസൂത്രങ്ങള്, ധർമ്മസൂത്രങ്ങള്, ഇത് ഇഷ്ടം പോലെ കിടക്കുന്നു. 1ഉം 2ഉം ഒന്നുമല്ല, അനേകമാണ് കിടക്കുന്നത്. പ്രകാശനം ചെയ്യപ്പെട്ടവ, അപ്രകാശിതങ്ങളായവ എന്ന് പറഞ്ഞാൽ താളിയോലയിലൊക്കെ കിടക്കുന്നവ പല ആചാര്യന്മാരും എടുത്ത് ഉദ്ധരിച്ചവ. അപ്രകാശിതമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ അപ്രകാശിതമാണ്, പക്ഷെ അവയെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അങ്ങനത്തെ കാറ്റലോഗുകളുണ്ട്. ജർമ്മനിയിൽ കിട്ടുന്നവയുണ്ട്, ഇന്ത്യയിൽ കിട്ടാത്തവ. രാധാക്രാന്ത, സൂര്യക്രാന്ത മുതലായ ദേശങ്ങളിൽ കിട്ടുന്നവയുണ്ട്, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കിട്ടാത്തവയുണ്ട്. അതുകൊണ്ട് ഇത് ഏതൊക്കെ രാജ്യത്ത് വരെ വ്യാപിച്ച് കിടന്നിരുന്നു, എവിടെയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ. പിന്നെ ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, വേദങ്ങളും ഉപവേദങ്ങളും. അതുകൂടാതെ ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്തപത്യവേദം, അതുകൂടാതെ ആയുർവേദ സംഹിതകൾ, സുശ്രുതന്റെ, ചരകന്റെ, ഹാരിതന്റെ, നിമിയുടെ ഒക്കെയായിട്ടുള്ള സംഹിതകൾ. അത് വളരെ വിപുലമായി എല്ലാ ശാഖയിലും. ഒരു ശാഖയിൽ ആയുർവേദം മാത്രമല്ല, ആർക്കിടെക്ചറിലും മറ്റും മയമതവും വിശ്വകർമാവിനാൽ പ്രോക്തവും ഒക്കെയായ ഒട്ടേറെ കാര്യങ്ങൾ, അവയുടെയൊക്കെ പ്രത്യേകതകൾ. ഒരു വീട് വെക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് മതിയാവും നിങ്ങളുടെ ജന്മം കളയാൻ. സാക്ഷാൽ ശ്രീകൃഷ്ണൻ അഗ്നിയിൽ നിന്ന് രക്ഷിച്ച മയനെ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിലാണ് പാണ്ഡവന്മാർ ജീവിച്ചത്. ആ കൊട്ടാരമാണ് മഹാഭാരത യുദ്ധത്തിന് കാരണം. കാരണം അതിൽ രാജസൂയം നടക്കുമ്പോൾ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഭാഗത്തുകൂടി നടന്നു വരുന്ന ദുര്യോധനൻ സ്ഥലമാണെന്നോർത്ത് മുണ്ടുപൊക്കി പിടിക്കുമ്പോൾ, ജലമാണെന്നോർത്ത് മുണ്ടുപൊക്കി പിടിക്കുമ്പോൾ ജലമില്ലാത്തിടവും, സ്ഥലമാണെന്നോർത്ത് മുണ്ട് പൊക്കാതെ വരുമ്പോൾ കഴുത്തറ്റം വെള്ളത്തിലും വീഴുമ്പോൾ മുകളിൽ നിന്ന് ചിരിച്ച പാഞ്ചാലിയുടെ ചിരിയിൽ നിന്നാണ് വസ്ത്രാക്ഷേപം തുടങ്ങിയ മുഴുവൻ കർമ്മങ്ങളും ഉണ്ടാകുന്നത്. വീട് വെക്കുമ്പോൾ സൂക്ഷിച്ചു കൊള്ളുവാനുള്ളൊരു ഓർമ്മിപ്പിക്കലും കൂടിയാണ്. അന്യർക്ക് അസൂയ വരുമാറ് നിങ്ങൾ പെയിന്റ് അടിക്കുമ്പോൾ, അന്യർക്ക് അസൂയ വരുമാറ് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ, അന്യർക്ക് അസൂയ വരുമാറ് അതിനകത്തുള്ള സാധനങ്ങൾ വാങ്ങിയിടുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അസൂയയിൽ നിന്ന് നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും ജീവിതം എങ്ങനെയെല്ലാം നരകയാതനയുള്ളതാക്കി തീർക്കും നിങ്ങളുടെ ബന്ധുജനങ്ങളെന്ന്, അതും സ്വന്തക്കാരെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇതിഹാസം ചെയ്യുന്നത്. ഇതിഹാസകാരൻ ചില്ലറയൊന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഐതിഹാസിക തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വലിയ അറിവാണ്, ചെറിയ അറിവല്ല. ഞാനതിലെ ഒരു അംശം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. വളരെ വിപുലമാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം.
56,000 ശ്ലോകങ്ങൾ, 34,000 ശ്ലോകങ്ങൾ യോഗവാസിഷ്ടവും 22,000 ശ്ലോകങ്ങൾ രാമായണവും ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ അതിലെ യോഗവാസിഷ്ടം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്നത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മാത്രമല്ല, ജാഗ്രത് സ്വപ്നവും സ്വപ്ന ജാഗ്രതും ബീജജാഗ്രതും ഒക്കെ അടക്കമാണ്. അതിലൂടെ കടന്നുപോകുന്നത് മനസ്സിന്റെ ഉള്ളറ രഹസ്യങ്ങൾ അടങ്ങുന്ന ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ അഭാവനി, തുര്യക മുതലായ തലങ്ങളിലൂടെയാണ്. അങ്ങനെയുള്ള യോഗവാസിഷ്ടാദി ഗ്രന്ഥങ്ങൾ, ഒട്ടേറെ സാഹിത്യകൃതികൾ, നാടകങ്ങൾ, ഭാസന്റെ, ഭവഭൂതിയുടെ, കാളിദാസന്റെ, നിങ്ങളുടെ ജീവിതക്രമത്തെ ആരോഗ്യപൂർണമാക്കുന്നതിന് ഒന്നും ഈ ഗ്രന്ഥങ്ങൾ ഒന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കാളിദാസന്റെ ഋതുസംഹാരം മാത്രം മതിയാവും. 6 ഋതുക്കളെയും ആ സമയത്ത് കഴിക്കേണ്ട ആഹാരത്തെയും ആ സമയത്ത് സൂക്ഷിക്കേണ്ട പ്രത്യേകതയെയും ഒക്കെ വർണ്ണിക്കുന്ന കാളിദാസൻ ആരോഗ്യത്തിന് ചെയ്തിരിക്കുന്ന സംഭാവനകൾ ഒരു കൃതിയിലൂടെ അത്ര വിപുലമാണ് ഇതിന്റെ ശാഖ. ഇതൊക്കെ ഒരു ജന്മം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. പൂർവ്വജന്മത്തിന്റെ ഓർമ്മകളും ഒരു ജന്മത്തെ വായനകളും ഒരു ജന്മത്തിൽ ഇതിൽ കുറെ പഠിച്ചതിന്റെ ഓർമ്മകളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു സ്ഥിതിവിവര കണക്കൊക്കെ കിട്ടിയാൽ ഇങ്ങനെ വിളിച്ചു പറയാം. അതിന്റെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് കടന്നു പോവുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുക. അതിന് നിങ്ങൾക്ക് നല്ല ജിജ്ഞാസയുണ്ടെങ്കിൽ പഠിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഉന്നയിച്ച് പറഞ്ഞത്. ഒരു കാലഘട്ടം വരെ വാമൊഴിയായിട്ട് മാത്രമാണ് ഈ വിദ്യ പകർന്നിരുന്നത്, പ്രത്യേകിച്ച് വേദങ്ങളും മറ്റും എന്നാണ് കേട്ടിരിക്കുന്നത്. അതെ, ഞാനും ആളുകളിൽ നിന്ന് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലെന്നാണ്. കാരണം അതിലെ ജ്ഞാനം വെച്ച് നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് എന്റെ വിശ്വാസം അങ്ങനെ അല്ലെന്നാണ്. അതിന് കാരണം സരസ്വതി മഹൽ ലൈബ്രറിയിൽ മാത്രമെത്തി നിങ്ങൾ അവിടുന്നുള്ള താളിയോലകൾ എടുത്തു നോക്കിയാൽ അത് കാശ്മീരത്തിലെയും മറ്റു പലയിടത്തെയും താളിയോലകൾ അവിടെ കാണാം. ഈ താളിയോലകളുടെ എല്ലാം ഹാൻഡ് റൈറ്റിംഗ് ഒന്നാണ്. നിങ്ങളുടെ നാട്ടിൽ ഒട്ടേറെ ആയുർവേദ വൈദ്യന്മാരുടെ കയ്യിൽ ആയുർവേദത്തിന്റെ താളിയോലകളുണ്ട്. മിക്കവാറും എല്ലാ താളിയോലയുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒന്നാണ്. നാരായം കൊണ്ടൊരു വ്യക്തി ഇരുന്ന് എഴുതിയാൽ ഇത്ര ചതുരവടിവില് ഇത്ര കൃത്യതയുള്ള അക്ഷരത്തില് എങ്ങനെയാണ് ബ്രഹ്മലിപിയായാലും സാരസ്വത ലിപിയായാലും സംസ്കൃത ലിപി അതായത് ദേവനാഗരി ആയാലും തമിഴായാലും തെലുഗു ആയാലും എങ്ങനെയാണ് ഇത്ര കൃത്യമായ വടിവിൽ എഴുതുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ലേസർ ഉപയോഗിച്ച് ക്രേവ് ചെയ്തതാണെന്ന്. ഇത്രയും അറിവിന് വിധേയരായ അവർക്ക് ഞാൻ അദ്ദേഹം ചോദിച്ചതാണ്, എഴുതപ്പെട്ടിരുന്നുവോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എഴുതപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എഴുതപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ശുചീന്ദ്രത്തും മധുരയിലുമൊക്കെ താളം പിടിക്കുന്ന തൂണുകൾ ഉണ്ടാകുന്നത്? അതിന്റെ ആക്കുറസി കൈകൊണ്ട് കുത്തി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാനാവുമോ? ചെവിയിൽ നിന്നൊരു നൂലിട്ടാൽ മൂക്കിലൂടെ വരുന്ന വിധത്തിൽ ഒരു ശിലയെ പരിണമിപ്പിക്കുവാൻ എങ്ങനെയാണ് ഒരു തച്ചൻ കഴിയുന്നത്? എങ്ങനെയാണ് വേലൂര് ചെല്ലുമ്പോൾ നിൽക്കുന്ന ഒരു സ്തൂപത്തിനടിയിലൂടെ നിങ്ങൾ നൂല് വലിക്കുന്നത്? നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാവുന്ന അനുഭവങ്ങളെ വിശ്വസിക്കാൻ പറ്റാതെ വരികയും പാശ്ചാത്യ ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും എഴുതിയതിനെ വിശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്നുവെന്നുള്ളത് നിങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജനിതക പരിശോധന നടത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു DNA ടെസ്റ്റിൽ കുറഞ്ഞ ഒന്നും ഇതിനെ തിരിച്ചറിയാൻ സഹായകമാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്റെ ഒരു വിശ്വാസം മാത്രമാണ്. കാരണം നിങ്ങൾ പോയി തഞ്ചാവൂർ ചെന്നിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ മുകളിലിരിക്കുന്ന ഒറ്റക്കല്ല് എങ്ങനെയാ മുകളിൽ കയറ്റും? ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കും? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചാനൽ, അതിന്റെ പേര് ഡിസ്കവറി, അവരെഴുതി വെച്ചിരിക്കുന്നത് ഇത് വളരെ ദൂരത്തിൽ 1000 കിലോമീറ്റർ അകലെ നിന്ന്
മണ്ണിട്ടൊരു റോഡുണ്ടാക്കി ആനയെ കൊണ്ട് വലിപ്പിച്ച് ആ റോഡിലൂടെ പൊക്കത്തിൽ കൊണ്ടുപോയി അത് വെച്ചിട്ട് ഈ മണ്ണ് മുഴുവൻ മാറ്റിയെന്നാണ്. അത്രയും ബുദ്ധി ഉപയോഗിക്കാൻ അറിയാവുന്നവന് അതിനിസാരമായി കയറ്റാനുള്ള വിദ്യ അന്ന് അറിയില്ല എന്ന് പറയുന്നവനാണോ മൂഢൻ എന്നാണ് ആലോചിക്കുന്നത്. കാരണം നമ്മൾ പലതും ബുദ്ധിപൂർവ്വം വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ പരിമിത ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എത്രയോ കൊട്ടാരക്കെട്ടുകൾ ബേലൂരില്, ഹലേബീഡുവില്, മഹാബലിപുരത്ത്, ഹോസ്പേട്ടയില്, ഹംപിയില്. ഒന്നാമത് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഒരു 8 വയസ്സിൽ, നിഷ്കളങ്കതയുള്ള 7-8 വയസ്സിൽ ഭാരതം നടന്നു കാണും. ദൈവാധീനത്തിന് നമ്മുടെ നാട്ടിലെ പിള്ളേർക്കതിന് യോഗമില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കാശുകൊണ്ടാണ് പുട്ടടിക്കുന്നത് വരെ. പിന്നെ എങ്ങനെ പോകാൻ പറ്റും? ഒരു ഹിലെയർ ബെല്ലക്കിനോ സോമർസെറ്റ് മോമിനോ TH ലാറൻസിനോ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യക്കാരന് പറഞ്ഞിട്ടുള്ളതല്ല. ഞാനങ്ങനെ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു 7-8 വയസ്സിൽ നിങ്ങളുടെ കുട്ടികളെയെങ്കിലും ഭാരതം കാണാൻ വിടണം. നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട, സ്കൂളിൽ വിടണ്ട, അവൻ ജീവിച്ചോളും. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവനെ കൊണ്ടുപോയി നേരിട്ട് കാണിക്കുക, അല്ലാതെ പുസ്തകം വായിച്ച് കാണാൻ പഠിപ്പിക്കുകയല്ല. നേരിട്ട് കാണുക. എന്തോ കൊണാർക്കിലും ഐഹോളിലും പട്ടടക്കല്ലിലും ശിലകളിലും മറ്റും ദേവതാളങ്ങൾ ആലപിക്കുമ്പോൾ അത് ചെവി കൊണ്ടൊന്ന് കേൾക്കാൻ, അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ മനുഷ്യനും അവിടുത്തെ ജീവജാലങ്ങളും അവിടുത്തെ ശിലകളും ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും, ഇന്ന് കാണുന്ന എല്ലാ സാങ്കേതിക വിദ്യയെയും വെല്ലുന്നത് പലതും ഈ നാട്ടിലുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊന്നും കൈകൊണ്ട് എഴുതിയതല്ലെന്നാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അത് വിശ്വാസം മാത്രമാണ്, നിങ്ങൾ തെളിവായൊന്നും എടുക്കണ്ട. കാരണം വിശ്വാസത്തിന് എല്ലാ യുക്തിയേക്കാളും ശക്തി കൂടുതലാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. യുക്തി വിശ്വാസമാകുന്നില്ലെങ്കിൽ അന്ധമാണ്. വിശ്വാസമായി ഉറച്ചിട്ടുള്ളത് യുക്തിപൂർവം അല്ലെങ്കിലും അത് ആനന്ദമാണ്. നിങ്ങൾക്ക് സമ്മതമാകുമെന്നറിയില്ല. ഏത് കർമ്മവും ചിന്തയില്ലാത്തത് അപകടമാണ്. ചിന്ത കർമ്മമില്ലാതെ വന്നാൽ മറ്റുള്ളവർക്കെങ്കിലും അപകടമില്ല. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുമുണ്ടെന്ന് തോന്നുന്നു. ആക്ഷൻ വിത്തൗട്ട് തോട്ട് ഈസ് ഫോളി ആൻഡ് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ. ചോദ്യത്തിന് ഉത്തരമായോന്ന് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞു. ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു. കാരണം മനുഷ്യ മനസ്സ് നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വശത്തായിരിക്കണം, മനസ്സ് വശത്തായിരിക്കണം. കാരണം ബുദ്ധിയുടെ തലം വരെ എത്തിക്കഴിഞ്ഞാണ് ധ്യാനം. ശരീരം വശത്തായിരിക്കണം. ശരീരം വശത്താകാതെ, ഇന്ദ്രിയങ്ങൾ വശത്താകാതെ, മനസ്സ് വശത്താകാതെ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പൂർവകാല ക്രിയകളും പൂർവകാല അനുസാരിയായ ചിന്തകളും നിങ്ങളുടെ പിതൃപൈതാമഹ സംപ്രാപ്തമായ ചിന്തകളും എരച്ച് കയറി വരുമ്പോൾ നിങ്ങൾ ഈ ചിന്തയെ വേട്ടയാടാൻ പോകുന്നതിന് വേണ്ടി വരുന്ന ഊർജം നിങ്ങൾ കർമ്മത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ശാരീരികമായ ദമ്പതിക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ ചെലവാകുന്നതിനേക്കാൾ കൂടിയ ഊർജമാണ് സ്ത്രീയെ ചിന്തിച്ചൊരു പുരുഷൻ ഇരിക്കുകയോ പുരുഷനെ ചിന്തിച്ചൊരു സ്ത്രീ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ചെലവാകുന്ന ഊർജം.
മനസ്സിലായോ എന്നറിയില്ല. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയണമെന്ന് വെച്ചാണ് ഈ ഉദാഹരണം തെരഞ്ഞെടുത്തത്. കാരണം ഈ ഉദാഹരണമാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുക. കാരണം ഇന്ന് ഇന്റർനെറ്റൊക്കെ ധാരാളമുള്ള കാലമാണ്. മിക്കവാറും ആശ്രമങ്ങളിൽ ഉൾപ്പെടെ സ്വാമിമാരുൾപ്പെടെ ഇന്റർനെറ്റിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏകാഗ്രത അവർക്ക് നഷ്ടമാണ്. കുടുംബജീവിതത്തിലാണെങ്കിൽ കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും ഇന്ന് ചാരുവല്ല. കാരണം പുരുഷന്മാർ 90% എന്ന് വേണമെങ്കിൽ കേരളത്തിൽ ചെറുപ്പക്കാരെ എടുത്തു പറയാം. അവർ അതൃപ്തരും വിരക്തരുമാണ്. കുടുംബജീവിതം അസാധ്യമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ബൗദ്ധികമായ തലങ്ങളിൽ ചിന്ത എരച്ചു കയറി വരുമ്പോഴാണ്. അപ്പൊ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇതെല്ലാം കയറി വരാൻ തോന്നും. മാത്രമല്ല മണിക്കൂറുകളൊക്കെ ധ്യാനിക്കുന്ന ആളുകൾ, ഞാൻ 1 മണിക്കൂർ ധ്യാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ചിരിയാണ് വരുന്നത്. 1 സെക്കൻഡ് ധ്യാനിക്കാൻ പറ്റുക, 1 സെക്കൻഡ്. കാരണം കയറി അങ്ങ് ഇരുന്ന് ധ്യാനിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഉടനെ ശരീരം പറയാൻ തുടങ്ങും. അതിനോട് വിയോജിപ്പോടുകൂടി അപ്പുറത്ത് ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിന്നാനാകുന്ന നേരം വരെ ധ്യാനിക്കാനിരിക്കുന്നവൻ കാര്യം ചമ്പ്രം പിടിഞ്ഞൊക്കെ ഇരിക്കാം, മുദ്രയൊക്കെ കാണിക്കാം, വലിച്ചു നീട്ടിയിരിക്കാം, വല്ലവനും ജനലിൽ കൂടെ നോക്കിയാൽ നല്ല ധ്യാനത്തിലാണ്. കഴിഞ്ഞാൽ ഇഡ്ഡലിയും ദോശയ്ക്കും വഴക്കും ഉണ്ടാക്കാം. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് തന്നിരുന്നു. പൂ പോലുള്ള ഇഡ്ഡലി, ചായ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് വിളമ്പിത്തരുന്നതിനുള്ള ആളുകൾ ഇതൊക്കെ ലിസ്റ്റായിട്ട് തന്നു കഴിഞ്ഞ് ഞങ്ങളൊന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുറിയങ്ങടയ്ക്കും, അകത്ത് കയറിയിരിക്കും. അത് സ്വല്പം ചാരിയിടും, അല്ലെങ്കിൽ അതിന്റെ മുകളിലെ വെന്റിലേഷൻ തുറന്നു കിടക്കും. നിങ്ങളും വളരെ മിടുക്കന്മാരാണ്. സ്വാമി എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്ന് അറിയാൻ വെന്റിലേഷനിൽ കൂടെ വലിഞ്ഞു കയറി നോക്കും. അപ്പൊ സ്വാമി ഒരേ ഇരിപ്പിൽ 1.5 മണിക്കൂറാണ് കണ്ണടച്ചിരുന്നത്. ഈ 1.5 മണിക്കൂർ വരെ ഒരുപാട് കാര്യങ്ങൾ കയറി ഇറങ്ങി പോവും. മനസ്സിലായില്ല? ഇതൊന്നും കയറിപ്പോവാതിരിക്കുമെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കയറിപ്പോവില്ല. ഈ പ്രപഞ്ച വിഷയങ്ങൾ അതിന്റെ ഇടയിലൂടെ നടന്നു നോക്കുമ്പോഴും കയറാതിരിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ധ്യാനിക്കാനിരിക്കേണ്ടത്. ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഇൻ ദ വേൾഡ്. ലോകത്ത് തന്നെയായിരിക്കുക, ലോകം നിങ്ങളിൽ കയറാൻ അനുവദിക്കാതിരിക്കുക. രാമകൃഷ്ണദേവനെ ഉദ്ധരിച്ചാൽ വള്ളം വെള്ളത്തിലേ ഓടുകയുള്ളൂ, പക്ഷെ വെള്ളം വള്ളത്തിൽ കയറരുത്. അതിന് പറ്റുമെങ്കിൽ ധ്യാനിക്കാനിരിക്കാം, അപ്പോഴേ ധ്യാനിക്കാൻ കയറിയിരിക്കാം. ബാക്കിയൊക്കെ ചെയ്തു, നാമം ജപിച്ചു, ഒരു നഷ്ടവുമില്ല. ആദ്യമൊക്കെ ഉറക്കെ ജപിച്ചു, അതാ നല്ലത്. വേറെ ശബ്ദം കേൾക്കാതിരിക്കും. പതുക്കെ ജപിച്ചാൽ വേറെ ശബ്ദം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നിട്ട് നാമത്തിന്റെ കൂടെ ആ ശബ്ദം കലരും. അപ്പോഴാണ് പഴയ കാർന്നവന്മാർ പറയുന്നൊരു ചൊല്ലുണ്ട്, കട്ടെടുത്ത ചേമ്പ് ചുട്ടു തിന്നവൾ ആരടി, രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം. നാമം ജപിക്കുന്നതിനിടയിൽ ഈ കട്ടെടുത്ത ചേമ്പ് ചുട്ടുന്നതിന്റെ ഓർമ്മ വന്നതുകൊണ്ട് അതും കീർത്തനത്തിന്റെ കൂടെ പോയി എന്നാണ് പറഞ്ഞ. മനസ്സിലായി? ധ്യാനാത്മകതയിൽ അങ്ങനെ വരും. കാരണം പൂന്താനത്തെ ഇരുന്ന് ചൊല്ലുകയാണ് കാര്യമായിട്ട്. 2-4 ദിനം കൊണ്ടൊരുത്തന്റെ ഒക്കെ പറയുന്ന പൂന്താനത്തിന്റെ ഇതൊക്കെ ചൊല്ലുകയാണ്. അപ്പോഴാണ് അപ്പൂപ്പന്റെ കഷണ്ടി കാണുന്നത്. അപ്പൊ കീർത്തനമൊക്കെ മാറി ഇവൻ തന്നെ അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും തലമുടി കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവൻ, 2-4 ദിനം കൊണ്ടൊരുത്തന്റെ മണ്ടമൈതാനമാക്കുന്നതും ഭവൻ എന്നായി പോകുന്നത്. ഇത് നമ്മൾ മനഃപൂർവ്വമൊന്നും ആക്കുന്നതല്ല. കാരണം ചുറ്റുപാടുകൾ നമ്മളെ അങ്ങനെ ആക്കും. ചുറ്റുപാടുകൾ അങ്ങനെ ആക്കാതാകണമെങ്കിൽ നാം ഉറക്കെ ജപിക്കുക. പയ്യെ പോയാൽ മതി. ഇന്ന് ഈ ജന്മത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ പോകാം. ഇത് ആളുകൾക്കെല്ലാം വല്ലാത്ത തിരക്കാണ്. ഈ ആധ്യാത്മിക സാധനയിലെ അവസാനത്തെ സാധനം ഈ ജീവിതത്തിൽ ഒരുപാട് കർമ്മവിശേഷങ്ങളിൽ പെട്ടിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ നേടും. അതിനുള്ള മന്ത്രദീക്ഷകളാണ് ഞങ്ങളിൽ തരുന്നത്. നിങ്ങളാണെങ്കിൽ അതിനുള്ള കാശും തരും. സോ ഇറ്റ്സ് എ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി. മതിയാവും തോന്നുന്നു. സ്വച്ഛന്തമായി വന്നു ചേരുകയാണ് അതിനെടുപ്പോഴി. അത് നിങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം,
അതിൽ ആ ധാരണ വരെ ക്രമമായി വന്ന് കഴിയുമ്പോൾ അകത്ത് നീങ്ങോട്ട് വരുന്നതാണ് ധ്യാനാത്മകത. അപ്പം നിങ്ങളെ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിലൊരു പ്രശാന്തവാഹിതയുണ്ടാവും. ചുറ്റുപാടുകൾ നിങ്ങളെ അത്ര വേഗമൊന്നും ചലിപ്പിക്കില്ല. അപ്പൊ വീട്ടുകാരാണെങ്കിലും പറയാൻ തുടങ്ങുക, അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക. ഒന്ന് കുലുങ്ങണല്ലോ ഈ മനുഷ്യൻ. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് എന്തെല്ലാം കാണിച്ചിട്ട് ഒരനക്കമില്ല, അതിലും അനക്കമില്ല. അത് പറഞ്ഞ അനങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പത്തരൊരു പ്രശാന്തമാക്കിത്തവര് മറ്റതൊക്കെ പരിശീലിപ്പിക്കാം. ഇത് പരിശീലിപ്പിക്കേണ്ട, ഇത് തന്നെ അങ്ങ് വരും. കുറെ കാര്യങ്ങൾ തന്നെ വരണം, കുറെ കാര്യങ്ങൾ പരിശീലിപ്പിക്കണം. നിങ്ങൾക്ക് ലോ ബുക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, മനസ്സിലായില്ല? അവിടെ കയറി നിൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ പരിശീലനവും കാര്യവും ഒക്കെ അതിന് സഹായകമാണ് എന്ന് പറയാം. കാരണം അവിടെ കയറി നിൽക്കുമ്പോൾ വാക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. മിസ്കോട്ട് ചെയ്തുവരെ ജഡ്ജിയെ പറ്റിക്കാം. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരെണ്ണം മിസ്കോട്ട് ചെയ്ത് ശരിയാക്കി എടുത്താൽ മോളിൽ ചെല്ലുമ്പോഴേക്ക് രക്ഷപ്പെട്ടു പോവാം. മിസ്കോട്ട് ചെയ്തതാണെന്ന് അങ്ങേര് പോലും അറിയില്ല. അതിന്റെ പ്രസന്റേഷന്റെ പ്രത്യേകത കൊണ്ട് അത് പഠിപ്പിച്ചു വിടാൻ പറ്റുമോ? അതൊക്കെ സമർത്ഥന്മാർ ചിലപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറയുന്ന പോലെയാണ് ധ്യാനവും. ധ്യാനം എന്ന് പറയുന്നത് പരിശീലിപ്പിക്കേണ്ട ഒന്നല്ല. ധ്യാനത്തിന് തൊട്ടു മുമ്പ് വരെ പരിശീലിപ്പിക്കുക, വിടുക. പിന്നുള്ളത് ഇവൻ തന്നെ ചെയ്യും. ക്ലിയർ? സനാതന മൂല്യം നമ്മൾ നിലനിർത്തണ്ട, കാരണം അത് സനാതനമാണ്. അതായത് അതിന്റെ ഉദാഹരണം പറയാവുന്നത്, നിങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ, പശ്ചിമഘട്ടം നിങ്ങൾ തുറന്നാൽ അതിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പൊ അത് പണ്ട് മലയായിരുന്നില്ല. പണ്ട് വേറെ എവിടെയോ ഉള്ളൊരു മല ഇതുപോലെ കുറെ പേര് കയറി നശിപ്പിച്ചപ്പോൾ അവനെ ഉൾപ്പെടെ തൂക്കിക്കൊണ്ടുപോയതാണ് ആ അവശിഷ്ടങ്ങൾക്ക് കാരണം. മനസ്സിലായില്ല? പശ്ചിമഘട്ടം സനാതനമാണ്, അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെയുണ്ട്. മനസ്സിലായില്ല? ഇനി അവിടെ കയറി നശിപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉൾപ്പെടെ അങ്ങ് തീർന്ന് ഇതിന്റെ ഭാഗമാകുമെന്ന് മാത്രമല്ലാതെ സനാതനധർമ്മത്തെ ലക്ഷിപ്പേൻ എന്ന് പറഞ്ഞ് ചാന്നാനായി പോകണ്ട. പകരം എനിക്ക് സനാതനധർമ്മത്തെ ഉൾക്കൊള്ളണമെന്ന വിനയത്തോടെ പോയാൽ സനാതനധർമ്മത്തിലെ അംശങ്ങൾ എനിക്ക് പഠിക്കണം, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, എൻ്റെ പാരമ്പര്യത്തിൽ ഇതുണ്ടാവണം എന്നതാണ് എളുപ്പവഴി. മറ്റത് സനാതനമാണ്. സനാതനം രക്ഷിക്കാൻ വഴിയുമായി ആരെങ്കിലും പോകുന്നുവെന്ന് പറയുന്നത് തന്നെ അത് സനാതനമല്ല എന്നുള്ളതിന്റെ തെളിവാണ്. മനസ്സിലായില്ല? കാരണം ഞാൻ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പക്ഷെ നമുക്ക് ആവശ്യമാണ്, നമ്മൾ രക്ഷപ്പെടാൻ, സനാതനിയാവാൻ അത് പഠിക്കണം. ക്ലിയർ? പഠിക്കാനൊരു താല്പര്യം വന്നു കിട്ടിയാൽ പെട്ടെന്ന് പഠിക്കും. ചില ഗ്രന്ഥങ്ങൾ കൂടുതലും സംസ്കൃതത്തിലാണ്. അതിന്റെ കോറ് കിട്ടണമെങ്കിൽ ഒരല്പം സംസ്കൃതം വേണം. നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾക്കതിനൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ വക്കീലന്മാർക്ക്, നിങ്ങൾ ആദ്യം ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലത്തെ അതിപ്രശസ്തങ്ങളായ ഒരു 3-4 വിധികളുണ്ട്. അവയെല്ലാം സംസ്കൃതത്തിലാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം സാങ്കേതികമായിരിക്കുന്ന ഒന്ന്
മനസ്സിലാകുമ്പോൾ ഭാഷ അതിൻ്റെ കൂടെ മനസ്സിലാവും. ഭാഷ മനസ്സിലായിട്ട് സങ്കേതം മനസ്സിലാകാൻ ശ്രമിച്ചാൽ ഒരുപാട് കാലമെടുക്കും. മനസ്സിലായോന്നറിയില്ല. പിന്നെ നിങ്ങൾക്ക് മിതാക്ഷര മുതലായ മനുസ്മൃതിയുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്ന കാലത്ത് അല്പം റെഫറൻസൊക്കെ കാണും. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ദായക്രമങ്ങളിലൊക്കെ ഉണ്ട് നന്നായിട്ട്. മിതാക്ഷരയും ദായഭാഗയുമാകുന്ന ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. യാജ്ഞവൽക്യനും നാരദനും ശുക്രനീതിയും ഒക്കെ അംബേദ്കർക്ക് നന്നായി അറിയാമായിരുന്നു. അംബേദ്കറെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു അപകടം. കാരണം ഇന്ത്യയുടെ രാഷ്ട്രഭാഷ സംസ്കൃതമാക്കണമെന്ന് പറഞ്ഞത് രണ്ടേ പേരാണ്. അതൊന്ന് അംബേദ്കറാണ്, രണ്ട് അബ്ദുൽ കലാം ആസാദ്. രണ്ടുപേരും ഇതിന് ബാഹ്യമാണ് ഒരർത്ഥത്തിൽ. ആം ഐ റൈറ്റ്? എന്നാൽ ജന്മബ്രാഹ്മണരുൾപ്പെടെയാണ് അതിനെതിരെ നിന്നത്. നെഹ്റു ഉൾപ്പെടെയുള്ളവരാണ് അതിനെതിരെ നിന്നത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഷ്ട്രഭാഷ സംസ്കൃതം മാറി ഹിന്ദിയാകുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. രണ്ട്, നിങ്ങളുടെ രാഷ്ട്രം ജനാധിപത്യത്തിലൂടെയല്ല ആദ്യം കടന്നു വന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെളിയിൽ അന്നത്തെ കോൺഗ്രസിന്റെ ലീഡേഴ്സായിരിക്കുന്ന കുറേ പേരെ ചേർത്ത് വെച്ച് ജനങ്ങൾ തെരഞ്ഞെടുക്കാതെ ഉണ്ടാക്കിയ ഭരണമാണ് ആദ്യത്തെ ഇന്ത്യൻ ഭരണം. അവിടെ പിന്തുടർച്ചയായി വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസാണ്, പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അന്നു മുതൽ ഇന്നുവരെ നിങ്ങളുടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുൾപ്പെടെ ഒരു വാക്ക് പുറത്തേക്ക് ഉച്ചരിക്കണമെങ്കിൽ ബ്യൂറോക്രസി തീരുമാനിക്കുന്നതേ ഉച്ചരിക്കുകയുള്ളൂ. ഇന്ത്യ ജനാധിപത്യ ഭരണത്തിലല്ല, ബ്യൂറോക്രസിയുടെ ഭരണത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി ബഹുമാന്യനായ കലാം വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ നിന്ദിച്ചത് ഈ രാജ്യത്തിനൊരു പ്രശ്നവുമല്ലാത്തപ്പോൾ ന്യായമായ ഒരു കാരണത്തിന് ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്യൂറോക്രസി വളരെ ശക്തമായതുകൊണ്ടും കുടുംബത്തിൽ തന്നെ 3 പേർ ആ വഴിയിലുള്ളതുകൊണ്ടുമാണ് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ വിറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഓടുന്നത്. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം എൻ്റെ വാക്കുകളോട്, നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം നിങ്ങൾ നല്ലപോലെ മനസ്സും ബുദ്ധിയും പ്രയോഗിക്കുന്ന, കോടതികളിൽ ഘോരം വാദിക്കുന്ന ആളുകളാണല്ലോ. നിങ്ങളുടെ തലച്ചോറ് നല്ലപോലെ മതിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. അത്തരൊരു പ്രക്രിയയിലൂടെ ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ സനാതന മൂല്യങ്ങളെ പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വരണം എങ്കിൽ വിശ്വാസധാര വളരെ ശക്തമായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നിങ്ങൾ കിട്ടാവുന്ന ഈ നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ എടുത്തു വെച്ച് നോക്കുക. മാത്രമല്ല, പലതും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനകത്ത് പ്രയോജനപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല, എത്ര ശക്തമായിരുന്നു പ്രാചീന നിയമങ്ങൾ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങളുടെ ഒപ്പം ഉള്ള ഒരമ്മ ഒരു സമയത്ത് മനുസ്മൃതി കത്തിക്കണം എന്ന് പറഞ്ഞത് പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രശ്ച സ്ഥവിരേ കാലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് കണ്ടിട്ടാണ്. അതൊരു നിയമഗ്രന്ഥമാണെന്ന് അമ്മ മറന്നുപോയി. നിയമം സാധുവാകുന്നത് അതിന്റെ വ്യാഖ്യാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്റർപ്രിട്ടേഷൻ ഈസ് ലോ. ഇന്ത്യ സ്വതന്ത്രമാണ്, റിപ്പബ്ലിക്കാണ്. അതിന്റെ ഏറ്റവും പ്രധാന പൗരൻ പ്രസിഡന്റാണ്. Am I right? Am I right? അദ്ദേഹം പാർലമെന്റിൽ വരുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ്. സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ്.
വിദേശങ്ങളിൽ പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പം. അദ്ദേഹം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ വന്ന് നിങ്ങൾക്ക് പരിചയമുള്ള അദ്ദേഹം വന്നിരിക്കണമെങ്കിൽ 3 കാറുകൾ അദ്ദേഹത്തെ പോലെ ആളെ ഇരുത്തി മുമ്പോട്ടും പുറകോട്ടും പോകണം. അദ്ദേഹത്തിന്റെ മുമ്പിലും പുറകിലും അംഗരക്ഷകരുണ്ടാകണം. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ആദ്യം വളരെ കൂടിയ 2 ഓഫീസർമാർ ചെന്ന് മൂത്രപ്പുരയും ചുറ്റും പരിശോധിച്ച് ചുറ്റും തോക്കുമായി നിന്നിട്ട് വേണം അദ്ദേഹം അകത്ത് കയറി കഥകടച്ചൊന്ന് മൂത്രമൊഴിക്കാൻ. അദ്ദേഹത്തിന് ശബ്ദം കൂട്ടി ഒരു അധോവായു വിടാൻ നിവൃത്തിയുണ്ടാവില്ല. ഇത്രയും വലിയ അസ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. Am I right? എന്തുകൊണ്ടാണ് ഒരു നിയമഗ്രന്ഥത്തിൽ സ്ത്രീക്ക് ഇത്രയും വലിയ പരിഗണന നൽകിയപ്പോൾ സ്ത്രീകൾ പോലും അത് ഉൾക്കൊള്ളാതെ പോയത്? പിതാവ് മകളെ രക്ഷിക്കണം എന്നെഴുതിയാൽ തന്റെ ജീവൻ ബലികഴിച്ചും മകളെ രക്ഷിക്കണം പിതാവ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. Am I right? അവിടെ പിതാവിനാണോ അസ്വാതന്ത്ര്യം, മകൾക്കാണോ? ആസ് പെർ ഇന്റർപ്രിട്ടേഷൻ. നിങ്ങളുടെ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ മരിച്ചാലും പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തണം. പ്രസിഡന്റിന് വല്ലതും പറ്റിയാൽ ഇവൻ ഉത്തരം പറയണം. Am I right? അപ്പൊ പിതാവാണ് രക്ഷിക്കേണ്ടത്. ഭർത്താവ് സ്ത്രീയെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അച്ഛൻ മകളെ രക്ഷിക്കണം, ഭർത്താവ് ഭാര്യയെ രക്ഷിക്കണം, മകൻ അമ്മയെ രക്ഷിക്കണം. സർവകാലത്തും സ്ത്രീ രക്ഷിക്കപ്പെടേണ്ടവളാണ്. അങ്ങനെ അല്ലാന്ന് സ്ത്രീകളെല്ലാം കൂടെ വാദിച്ചപ്പോൾ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. കോടതിയിൽ വരെയെന്നാണ് കേൾക്കുന്നത്. നേരോ നുണയോന്നറിയില്ല. മറുപക്ഷവുമുണ്ട്. കാരണം പ്രസിദ്ധങ്ങളായ 2 മന്ത്രിമാരുടെ കേസുകളോട് ബന്ധപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് സംശയം ആ വഴിയിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് ആലോചിച്ച് നോക്കാം. മതിയാവുന്നതായിരിക്കും. ഇതേ പ്രാചീന നിയമത്തിൽ തന്നെ ഒരു പുരുഷന്റെ മൊഴിക്ക് തുല്യമായി 2 സ്ത്രീകളുടെ മൊഴി വേണമെന്നൊരു പരാമർശം. അതിന് പ്രത്യേക കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ കുടുംബം, ഭർത്താവ്, പിതാവ്, മക്കൾ, താൻ ജോലി ചെയ്യുന്ന സ്ഥലം, തന്നോട് പ്രിയപ്പെട്ടവർ, ഇവർക്ക് വേണ്ടി സ്വാഭാവികമായി കള്ളം പറയുമെന്ന്. ഇന്ന് പുരുഷൻ അങ്ങനെ പറയുന്നതിന് കാരണം ഹോർമോൺ മാറിയതുകൊണ്ട് പലരും പുരുഷന്മാരല്ല. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ അറിയാം. FSH, LSH ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരാണ്. പല സ്ത്രീകളും ഇന്ന് പുരുഷന്മാരാണ്. ഹോർമോണിന്റെ ഇംബാലൻസ് ഇന്ന് 2 കൂട്ടരെയും ബാധിച്ചിട്ടുണ്ട്. അന്ന് പൂർണ്ണതയിൽ സ്ത്രീ ഹോർമോണുകൾ കൂടുതലായി നിൽക്കുമ്പോൾ കളവ് പറയും എന്നുള്ളത് കൊണ്ടാണ് 2 പേർ പറയണമെന്ന് ആ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് സ്ത്രീകളെ നിന്ദിക്കാൻ പറഞ്ഞതല്ല. പലപ്പോഴും അവർ അത് നിങ്ങൾക്ക് ഇന്ന് അന്നത്തേക്കാൾ കൂടുതൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാധാകൃഷ്ണൻ കൊടുത്ത മൊഴിയും സരിതാ നായർ കൊടുത്ത മൊഴിയും എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മനസ്സിലായില്ല. കവിതാപിള്ള കൊടുത്തത് എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. അതിന് കാരണം പല ഉയരങ്ങളിലേക്കും എത്തുവാൻ സ്ത്രീകളുടെ ആഗ്രഹം കൊണ്ടാണ് പുരുഷൻ പോലും വശംവദനായിത്തീരുന്നത്. സ്വാമിജിമാർ പോലും അതിന് അപവാദമല്ല എന്നുള്ളത് പത്രങ്ങൾ നിർമ്മലാനന്ദയുടെ പേരിൽ യാദൃച്ഛികമായി എന്റെ പേര് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. മനസ്സിലായില്ല. എന്റെ ഫോട്ടോയും സരിതാ നായരുടെ ഫോട്ടോയും ചേർത്ത് നെറ്റിലിട്ടു ഒരു പത്രമെന്നുകൂടിയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കാണാറില്ലാത്തതുകൊണ്ടും ഞാൻ അതിലൊന്നും കയറാത്തതുകൊണ്ടും എനിക്ക് ഫേസ് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ വരുന്നത്
ഇത്തരമൊരു മുഖമാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അവർ അന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് മാത്രവുമല്ല, നിങ്ങൾ ലോകമെമ്പാടും നോക്കുക, പുരുഷന് സ്ത്രീയെ വശീകരിക്കുന്നതിനു വേണ്ടിയുള്ള വേശ്യാലയങ്ങൾ നടത്താനാവില്ല. വികാരമില്ലാതെ ശരീരത്തെയും മനസ്സിനെയും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധം സ്ത്രീ ഉയരെയാണ് പുരുഷനേക്കാൾ. പുരുഷൻ അത്ര ഉയരെയല്ല, പുരുഷൻ വികാരജീവിയാണ്. അതുകൊണ്ടുകൂടിയാണ് അവർ അങ്ങനെ ചെയ്തത്. ക്ലിയർ? ശരീരശാസ്ത്രപരമായി. കാമ്യകർമ്മങ്ങൾ വിദ്യാപണം ചെയ്യണം, അത് ലോകസ്ഥിതിയുമായി അത് പൊരുത്തപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കാമ്യകർമ്മമുണ്ട്, അത് വിധി അനുസരിച്ച് ചെയ്യുമ്പോൾ ലോകസ്ഥിതിക്ക് തടസ്സമാവില്ല. വിധി ഇല്ലാതെ ചെയ്യുന്നത്, ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, കുട്ടികൾ വേണം, ജായാമേ സ്യാദ് അധ പ്രജാം പ്രജായേയ, ഭാര്യയെ വേണം, കുട്ടി ഉണ്ടാവണം. ആഗ്രഹമുള്ള ഞാൻ പോയി സന്യസിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാമ്യകർമ്മമുണ്ട്, കുട്ടി വേണമെന്നുള്ളത്. ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ ആരെങ്കിലും വന്ന് സ്ത്രീകളായുള്ളവർ വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെ ബ്രഹ്മചാരിണികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരവസരത്തിൽ അത് എൻ്റെ കാമ്യകർമ്മത്തെ അവിടെ വിനിയോഗിക്കുവാനായി പോകുമ്പോൾ അത് വിധിയാവണ്ണമല്ല. അപ്പോഴാണ് ലോകനീതിക്ക് വിരുദ്ധമാകുന്നത്. വിധിയാവണ്ണം മര്യാദയ്ക്ക് ഞാൻ പോയി ഒരാളെ കണ്ടു, വിധിയാവണ്ണം വിവാഹം കഴിച്ചു, കൂടെ താമസിച്ചു, കുട്ടികളായി, ആർക്കും ഒരു പരാതിയില്ല, ഒരാളും എത്തി നോക്കില്ല. സ്വാമിയാണ് പോകുന്നതെങ്കിൽ കൂടെ ഒരാൾ പോയാൽ ആളുകളൊക്കെ ഒന്ന് എത്തി നോക്കുമ്പോൾ സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ സ്വാമിയും അവരും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലെങ്കിൽ എത്തി നോക്കിയവനും സ്വാമിക്കും സന്തോഷം. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ സ്വാമിക്ക് ദേഷ്യം വരും. കാരണം അവൻ വിളിക്കും, പൂച്ച 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 സന്യാസി എന്നൊക്കെ വിളിക്കും. വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുക, മുമ്പേ പോയ ആരെയുമാണ് അവൻ വിളിച്ചത്, നമ്മളെയല്ല വിളിച്ചതെന്ന് ബോധ്യപ്പെട്ട് ചിരിച്ച് കടന്നു പോവാം. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ അവനിൽ കിടക്കുന്ന ഒരു ജനിതകത്തിന്റെ ഓർമ്മയാണ് വിളിച്ചതെന്ന് കടന്നു. ഇത് രണ്ടുമല്ലാതെ തിരിഞ്ഞു നിന്ന് അവനെ രണ്ട് ചീത്ത പറയുകയാണെങ്കിൽ കാമ്യകർമ്മം കിടപ്പുണ്ട്. ആ വിളി അവൻ വിളിച്ചത് റൈറ്റാണ്. ഞാനത് വരവ് വെക്കുകയും ചെയ്തു, സ്വീകരിക്കുകയും ചെയ്തു. അത് വിധിയാവണ്ണമല്ല. ക്ലിയർ? ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ അല്പം ഭാഷ കടന്നു പോകുന്നത് ചിലപ്പോ പഠിച്ച സ്ഥലത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ആയിരിക്കാം. രണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് പര്യാപ്തമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. Am I right? സമയമായോ? നിങ്ങൾ ഉദ്ദേശിച്ച സമയമൊക്കെ ആയോ? ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ഇരിക്കാം. നിങ്ങളെന്നെ ക്ഷണിച്ചു, ഞാൻ വന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത്? പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കുക, വിറകിട്ട തീ പോലെ വളരുക. ഉപസംഹരിക്കാം.